മാരുതി സെലേറിയോ ഉണ്ടോ? അപ്പോൾ കംപ്ലയിൻറ്റ് ഡാഷ്ബോർഡ് ഇറക്കിയിട്ടില്ലാണ്. കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് AC ഇട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള സ്മെല്ല് കിട്ടണം. അത് ഇന്നർ ഔട്ടറും ഉള്ള മോഡ് മാറ്റി കഴിഞ്ഞാലും പുറത്തുനിന്നുള്ള സ്മെല്ല് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഡാഷ്ബോർഡ് അയച്ചു. പിന്നെ കൂളിംഗ് ഓയിൽ ലീക്ക് ഉണ്ടോ ചെക്ക് ചെയ്യാൻ, ഗ്യാസ് ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ്റെ കൂടുതൽ മെയിനായിട്ട് കംപ്ലയിൻറ്റ് പുറത്തുനിന്നുള്ള സ്മെല്ലുണ്ട്. അപ്പോൾ ഇതുണ്ടോ ഡാഷ്ബോർഡൊക്കെ അയച്ച് ഈ പുറത്തുനിന്നുള്ള സ്മെല്ലിൻ്റെ അത് തുറന്ന് നോക്കിയപ്പോൾ ഇതുണ്ട്, ഇത് എലി കടിച്ചിട്ട് തൊള്ളാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഉള്ളിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യാൻ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് എയർ വലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് സ്മെല്ല് കിട്ടും. അപ്പോൾ MC-യിലൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു നെറ്റും കൂടി അടിച്ച് എലി കയറാതിരിക്കാൻ വേണ്ടി നെറ്റും കൂടി അടിക്കണം കേട്ടോ. അപ്പോൾ എലി അവിടെ കടിച്ച് തൊള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ MC-യിൽ ഇട്ട് ഒട്ടിച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നെറ്റിലേക്ക് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെറ്റ്. ഇതുണ്ടോ, ഇതുപോലെ എല്ലാ ഭാഗവും ചൂടാക്കി ഫിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഫിക്സ് ചെയ്ത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് എലി കയറില്ല, അത് മെറ്റൽ നെറ്റാണ് ഇതിനകത്ത് വരുന്നുള്ളൂ കേട്ടോ.